So in this session, we'll be winding up our critical analysis of the essay of studies. ഇതാണ് നമ്മളുടെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷൻ ഇതാണ്. So let's dive deep into our critical analysis of the essay. We have discussed about the compendium of practical wisdom and comprehensiveness of the essay. Now we'll be revising about the comprehensive arguments made by Francis Bacon in his essay. Bacon is a practical philosopher who does not believe in imposing his thoughts on others. ഒരിക്കലും ബേക്കൻ പറയുന്നില്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള റീഡേഴ്സിനാകട്ടെ ലിസണേഴ്സിനോടാകട്ടെ അവർ ഇമ്പോസ് ചെയ്യുന്നില്ല, തന്റെ ഐഡിയോളജി ആരിലേക്കും ഇമ്പോസ് ചെയ്യുന്നില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹി ഈസ് ഗിവിംഗ് എ ജനറൽ അഡ്വൈസ് ആൻഡ് ഓൾസോ ഹി ഈസ് ടെല്ലിംഗ് അബൌട്ട് ദ ഫാക്ട്സ്, ഹി ഈസ് സ്റ്റേറ്റിംഗ് വാട്ട് സ്റ്റഡീസ് ആർ ബൈ ഗിവിംഗ് ബോത്ത് സൈഡ് ഫോറും അഗൈൻസ്റ്റും രണ്ടും പറഞ്ഞിട്ടാണ് ഫ്രാൻസിസ് ബേക്കൻ പറയുന്നത്. ഈ ഒരു സ്റ്റഡീസ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണ് എന്ന് രണ്ട് ഭാഗവും കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. സോ ദിസ് ഷോസ് ഹി ഈസ് നോട്ട് ഇമ്പോസിംഗ് ഹിസ് ഐഡിയോളജീസ് ഇൻടു ദ റീഡേഴ്സ്. ഹി ഗിവ്സ് ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് അഗൈൻസ്റ്റ് ദ സബ്ജക്ട് and leaves it to the reader to conclude according to his requirements. So basically he is doing a work which he is giving for and against തന്നതിന് ശേഷം he is leaving everything behind to the റീഡേഴ്സിലേക്ക് വിട്ടു കൊടുക്കാണ്. എന്താണ് ഇതിനകത്ത് ശരി, എന്താണ് തെറ്റെന്ന് നിങ്ങൾ റീഡേഴ്സ് ആണ് ഇനി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇതിനെ ലോജിക്കലി നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. For example, he points out advantages as well as disadvantages of studies and his three purposes. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പേർപ്പസും എല്ലാം പറഞ്ഞു തരാണ് ബേക്കൻ ചെയ്യുന്നത്. The advantages of studies are: studies provide amusement ഉണ്ടാക്കും, help in improving effectiveness in speech. നമുക്ക് ഫസ്റ്റ് വൺ ഈ അമ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഡിലൈറ്റ് തന്നെയാണ്. ഡിലൈറ്റ്മെന്റ് അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ്. ഡിലൈറ്റ്, സ്പീച്ച് എഫക്റ്റീവ്നെസ് ഇൻ സ്പീച്ച്, അതായത് ഒരു ഓർണമെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇംപ്രൂവ് സ്കിൽ ആൻഡ് പെർഫെക്ഷൻ. സ്കിൽസും പെർഫെക്ഷനും നമ്മുടെ ഫെറിബിലിറ്റി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു 3 പോയിന്റ് വെച്ചാൽ തന്നെ നിങ്ങളുടെ എല്ലാ എക്സാംസിന്റെ പോയിന്റ്സിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. And the second one is purpose. The main purpose of giving amusement is when we are alone or taking rest. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് കിട്ടുമ്പോൾ, ബോധോദയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് എല്ലാവരോടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടക്കുന്നു. വിൽ ബി തിങ്കിങ് ഓഫ് അവർ സെൽസ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് സ്റ്റഡീസ്. They give effectiveness to conversation and discussion. കോൺവെർസേഷൻ ഡിസ്കഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും. It will give an idea to the listeners too. And how do we perfect in this? They make perfect in deciding or managing things. അതായത് ഒരാള് studies are perfect within themselves. One is to be perfected by the experiences along with these studies എന്ന് എസ്സേയിൽ പറയുന്നുണ്ടല്ലേ. സോ ഇൻ ഡിസൈഡിങ് കാറ്റഗറി ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനേജിങ് തിങ്സ് ആയിക്കോട്ടെ, എന്തിനു നമ്മളൊരു പെർഫെക്റ്റ് നേച്ചറിലേക്ക് വരുത്തുന്നത് എന്താണ്? സ്റ്റഡിങ് ദ പെർട്ടിക്കുലർ തിങ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചെങ്കിൽ മാത്രമേ ഒരു മാനേജറിന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആ പെർട്ടിക്കുലർ ടൈമിൽ ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഒരു മാനേജറിനെ കൊണ്ട് ആ ഒരു കേപ്പബിലിറ്റി മാനേജറിന് വരുന്നത് ഇഫ് ഹി ഓർ ഷീ ഇസ് വെൽ സ്റ്റഡീഡ് അബൌട്ട് ദ സിറ്റുവേഷൻ. According to Bacon, experienced men perform well in special parts, but suggestions of universal importance, details and management of business are done best by trained persons. Yes. ഒരു പഠിച്ചൊരു വ്യക്തിക്ക് experienced man performs well in special parts. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിന് ചില കാര്യങ്ങളിൽ അവന് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ബട്ട് സജഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ബിസിനസ് ആർ ഡൺ ബൈ ട്രെയിൻ പേഴ്സൺസ്. അതായത് സ്കില്ലും ട്രെയിനിങ്ങും കൂടെ ഈ സ്റ്റഡീസും നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ കമ്പൈൻ ചെയ്തൊരു
വ്യക്തിക്ക് മാത്രമേ ഇത് മൊത്തത്തിൽ മാനേജ് ചെയ്ത് ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ട് മാനേജ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത് ഒരു ട്രെയിൻ പേഴ്സൺ മാത്രമായിരിക്കും ഇത് ബേക്കൻ പറയുന്നുണ്ട്. ബട്ട് ഹിസ് ഡിസ്കഷൻ ഡസ് നോട്ട് എൻഡ് ഹിയർ ഫോർ ഇൻകമിംഗ് ലൈൻസ്. He warns against the disadvantages of making excessive use of studies. So studies will make you a sloth എന്ന് പറഞ്ഞിട്ട് ഡിസഡ്വാൻറ്റേജ് കൂടെ അവിടെ നമ്മുടെ ഫ്രാൻസിസ് ബേക്കൻ പറയുന്നുണ്ട്. Bacon points out disadvantages of studies if done unwisely. Studies ചെയ്യുമ്പോൾ giving more importance to unimportant books is unwise in advice ചെയ്യുന്നുണ്ട് Bacon. So we have to give importance to each and every books, or we have to study things which are more important. Too much study for delight develops idleness. സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന it will increase or develop idleness. Ornamentation develops artificiality. നമ്മളുടെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ it will certainly develop artificiality. To take decision wholly by their rules is a bookish approach. പക്ഷേ ഇതൊക്കെ പഠിച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ ഈ ലോ പ്രകാരമേ ഈ റൂൾസ് പ്രകാരം മാത്രമേ പോകത്തുള്ളൂ, ഐ നെവർ കൺസിഡർ എനി ഇമോഷൻസ്, ഐ നെവർ കൺസിഡർ എനി ഹ്യൂമൻലി നീഡ്സ് എന്ന് പറഞ്ഞ് ബുക്കിഷ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ വെരി foolish approach എന്നാണ് ബേക്കൻ പറയുന്നത്. becomes the whim of a learned man. So this is a very foolish approach എന്ന് ബേക്കൻ പറയുന്നു. So moving on to the balance and moderation he has used in this of studies, നമ്മൾക്കറിയാം for and against പറയുന്നുണ്ട്. So he is also balancing whatever he has said. He had told in this essay. എസ്സേയിലൂടെ ഉടനീളം പറഞ്ഞു പോയതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്, മോഡറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒന്നിലും മാത്രം പ്രഷറൈസ് ചെയ്തിരിക്കാതെ, ഒന്നിലും മാത്രം ഫോറിൽ മാത്രം പാർഷ്യാലിറ്റി കൂടിയോ അഗൈൻസ്റ്റിൽ പാർഷ്യാലിറ്റി കുറയോ ഇരിക്കാതെ he is trying to balance or moderate the whole essay. Let's read. Studies mature natural talent that is perfected by practical knowledge. Natural talent too requires pruning or trimming. ഇവിടെ തന്നെ ഈ ഒരു സെന്റൻസിൽ സ്റ്റഡീസ് മെച്യൂർ നാച്ചുറൽ ടാലന്റ് ദാറ്റ് ഈസ് പെർഫെക്റ്റഡ് ബൈ പ്രാക്ടിക്കൽ നോളജ്. നാച്ചുറൽ ടാലന്റ്സ് ടു റിക്വയർ പർണിംഗ് ആൻഡ് ട്രിമ്മിംഗ്. അതായത് ഫ്രാൻസിസ് ബേക്കൻ ഇസ് എക്സ്ക്ലൂസീവ്ലി ലുക്കിംഗ് അപ്പോൺ സ്റ്റഡീസ് വേണം, ബട്ട് സ്റ്റഡീസിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ വേണം, എക്സ്പീരിയൻസും കൂടെ ഉള്ളെങ്കിലേ ഒരു ഫുൾ ഓർ കംപ്ലീറ്റ് മാനെ, കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ we'll be needing pruning and trimming by studies into the skills of this particular human being. Books express confusing or contradictory ideas that should be limited by experience. ബുക്സിൽ കുറേ നോളജ് കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ ആ ഒരു കൺഫ്യൂസിങ് നേച്ചറിലും കോൺട്രഡിക്ടറി ഐഡിയാസ് വരുമ്പോഴും we have to limit all these things by our experience. Wicked people oppose study. Common or foolish people admire them while wise people use them. ഇവിടെ എല്ലാ സെന്റൻസസിലും നമ്മളുടെ ബേക്കൻ അവിടെ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹൗ ഹി ഈസ് ബാലൻസിങ്. കാരണം സ്റ്റഡീസ് നല്ലതാണ്, പക്ഷേ അത് മൊത്തത്തിൽ നിങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാനോ മൊത്തത്തിൽ ഒപ്പോസ് ചെയ്യാനോ പാടില്ല. സ്റ്റഡീസ് നല്ലതാണ്, സോ ഒപ്പോസ് ചെയ്യരുത്. സ്റ്റഡീസ് നല്ലതാണ്, പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ ഗ്രാസ്പ് ചെയ്താൽ അത് മോശമാകും. അതായത് ഒരേ സെന്റൻസിൽ കോൺട്രഡിക്ടറി നേച്ചർ പറഞ്ഞത് കൊണ്ട് he is trying to balance or moderate the whole essay. Likewise, on the one hand, suggests reading of books, and others pleads for natural talent. He points out our advantages as well as disadvantages of experienced man. Or experienced man ulla skillsum and the one he had to improve. ഒരു ഇംപ്രൂവ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ത് വെച്ചിട്ടാണ്, സ്റ്റഡീസിലൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസസ് ഇന്നെവിറ്റബിൾ ഫാക്ടർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഇംപ്രൂവ്. ഇഫ് യു ആർ എൻ എക്സ്പീരിയൻസ്ഡ് മാൻ യു ഹാവ് ടു ഇംപ്രൂവ് ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് എന്നും കൂടെ സജസ്റ്റ് ചെയ്യുകയാണ്. He suggests reading some books with help of notes or extracts made by others. സ്റ്റഡീസ് വലിയ സംഗതിയാണെന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തുന്ന നമ്മുടെ സെയിം ബേക്കൻ is suggesting us to use notes. നോട്ട്സ് ഉപയോഗിക്കരുതെന്ന് പറയുന്നു, നോട്ട്സ് ഉപയോഗിക്കാമെന്ന് പറയുന്നു. But the context is
അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സിൽ മാത്രമേ നോട്ട്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ദിസ് ഇസ് ബാലൻസിങ് ഓർ മോഡറേറ്റിംഗ് ബിറ്റ്വീൻ വാട്ട് ഹി ഈസ് trying to express to the readers. And the last and the final portion is the use of Latin expressions in this essay. Bacon used to think that his Latin works should prove immortal and the English works would disappear with the passing of time. It shows his love for Latin. In this essay, he also uses few Latin expressions like abens studia in mors in nammal vayichittundaayirunnu, which means studies pass into character. He was more into Latin language. Why? Because Latin ആണ് ഇനിയും പെർസിസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇനിയും നിൽക്കുന്നത് ലാറ്റിൻ ലാംഗ്വേജ് ആണ് ഇനിയും നിൽക്കുന്നത്. വിത്ത് ടൈം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ, ഞാൻ പറഞ്ഞൊരു കാര്യത്തിനെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും മറ്റുള്ളവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് ഞാൻ എഴുതിയ ഒരു കംപ്ലീറ്റ് എക്സ്പ്രഷനിലായിരിക്കില്ല പിന്നീട് അത് പോകുന്നത്. സോ ഇറ്റ് വിൽ ഡിസപ്പിയർ. ദ ഹോൾ നേച്ചർ ഓഫ് ദ essay shall disappear എന്ന് വിചാരിച്ചിട്ട് he is giving more importance to Latin in his works. So the first point he uses in Latin is abet studia in mos, which means studies pass into character. And the second one is signi sectors, which means hair splitters. ഇത് എവിടെയായിരുന്നു മക്കളെ പറഞ്ഞത്? We have discussed this where we have discussed about the philosophers or the schoolmen. നമ്മൾ സ്കൂൾ മെന്നെ കുറിച്ചിട്ട് പഠിക്കുമ്പോഴാണ് we have discussed the semnisectors. അതായത് ഓരോന്നിനെയും കീറി മുറിച്ച് അനലൈസ് ചെയ്ത് അതിനെ പഠിക്കുന്നവരാണ് semnisectors or the philosophers എന്ന് പറയുന്നത്. Clear അല്ലേ മക്കളെ? Thus Bacon's Of Study is a representative essay that brings to light all the qualities of essayists with a comprehensive discussion on the subject. So ഒരു സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിൽ എസ്സേ എഴുതുമ്പോൾ എന്തൊക്കെ നീഡ്സ് വേണം എന്ന് നോക്കി എക്സ്പ്രസ് ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് ബേക്കൻ ത്രൂ ഔട്ട് ദിസ് essay. So we have discussed the representativeness of this essay. The first point is representativeness of this essay. അത് ഒരാൾക്ക് മാത്രമല്ല റെപ്രസെൻറ്റേറ്റീവ് ആവുന്നത്, the whole community, റീഡർ കമ്മ്യൂണിറ്റി നമുക്ക് അത് റിലേറ്റബിൾ ആകണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നിനോട് റിലേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രം we can relate with this essay. Greatness of ideas is greatness of ideas. The classification of books he made, അതായത് ഓരോന്നും ക്ലാസിഫൈ ചെയ്ത് ഓർഗനൈസ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു എസ്സേനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഇന്നർ കോർ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. And the third one is effect of different subjects in character. That's also classification. And the third one is clarity of thoughts and expression. ഒരു essay ചുമ്മാ എഴുതി പോയിട്ട് കാര്യമില്ല. We have to make our thoughts and expressions used in this essay more clear to the readers. പോയിറ്റിക് ഇമേജസ് വഴിയും ഫുഡ് ഇമേജറീസ് വഴിയും എന്താണ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരികയാണ് ചെയ്തത്. The fourth point is proverbial style. ഒരു പ്രൊവേർബിനെ പോലെയാണ് എഴുതിയിട്ടുള്ളത്. പ്രാക്ടിക്കൽ വിസ്ഡം, ഈ ഒരു എസ്സേയിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കാലിറ്റി കൂടുന്നത് എന്ന് ബേക്കൻ പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടിക്കൽ വിസ്ഡം ആൻഡ് കോംപ്രിഹെൻസീവ്നെസ്. ഈ ഒരു ആർഗ്യുമെന്റ്സ് ഫോറിന് വേണ്ടി മാത്രമല്ല, ഇല്ലെങ്കിൽ അഗൈൻസ്റ്റിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. കോംപ്രിഹെൻസീവ് ആർഗ്യുമെന്റ് ആണ്. ഫോർ ആൻഡ് അഗൈൻസ്റ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും പർപ്പസസും പെർഫെക്ഷൻസും എല്ലാം പറഞ്ഞിട്ടുള്ളൊരു ആർഗ്യുമെന്ററി നോട്ടായിട്ട് ആണ് ഈ ഒരു എസ്സേ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. And the second is he is trying to balance and moderate the whole essay. For പറയുന്നുണ്ടെങ്കിൽ തന്നെ he is contradicting with it in the same line, which makes it a whole balanced essay. And at last, the expressive use of Latin language. Latin language ഉപയോഗിക്കുന്നതോടെ it will be more appealing. അത് വായിക്കുമ്പോൾ ഓക്കെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു കൗതുകം ഉണ്ടാവും. So the use of Latin. So with this we have completed our chapter of studies by Francis Bacon. So ഇത്രയും നേരം നമ്മൾ പഠിച്ചത് it's a critical analysis of the chapter. In this we have learned how an essay should be and how Francis Bacon has expressed what are the needs of studies. എങ്ങനെയാണ് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്റർ ആയിരുന്നു ഓഫ് സ്റ്റഡീസ് ബൈ ഫ്രാൻസിസ് ബേക്കൻ. So with a colorful pop-up, we will be winding up today's session. Thank you. Bye-bye.